ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കോമ്പോസിറ്റ് എഡ്ജിന്റെ എക്സ്റ്റിയേഴ്സ്, അതായത് പുതിയ പ്ലാറ്റ്ഫോം ടീന്ന് മാറിയിട്ട് എക്സ്റ്റിയേഴ്സിലേക്ക് ആയല്ലോ. അതിന്റെ വെബിൽ എങ്ങനെ ട്രേഡ് എടുക്കാന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ കോമ്പോസിറ്റ് എഡ്ജിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കോമ്പോസിറ്റ് എഡ്ജിന്റെ സൈറ്റിൽ നമ്മൾ ഡയറക്റ്റ് പോകുന്നു. ഹോം പേജിൽ അതിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എഡ്ജ് എക്സ്റ്റിയേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ജസ്റ്റ് നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ തന്നെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വെബ് പേജിൽ ഫസ്റ്റ് തന്നെ വരും. ഓക്കെ, ഞാൻ അതിന്റെ പാസ്വേഡ് അടിക്കുന്നു. ടിക്ക് അടിക്കുന്നു, സബ്മിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോം പേജിൽ നിന്ന് വരുന്നത്. ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ് വാച്ച്. ഇതിലാണ് നമ്മൾ സ്റ്റോക്സ് ആഡ് ചെയ്യുക. അതിന്റെ ചാർട്ട് ഇവിടെ കാണും. പിന്നെ നമുക്ക് ചാർട്ടിൽ തന്നെ ബൈയും സെല്ലും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഓർഡർ ബുക്കാണ് നമ്മുടെ ഓർഡേഴ്സ് പെൻഡിങ്. നമ്മുടെ ടി പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ വർക്കിംഗ് ഓർഡേഴ്സ് കാണില്ല, അതേപോലെ ഓർഡർ ബുക്ക് നമ്മുടെ എന്തൊക്കെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട് ഉള്ള സ്റ്റാറ്റസ് കാണും. പിന്നെ ഓർഡർ എക്സിക്യൂട്ട് ആയതിൽ കാണും. ട്രേഡ് ബുക്ക് ഇതെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ആയ ഓർഡേഴ്സ് മാത്രം. ഇത് ഫിൽഡ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്ന് അർത്ഥം. പൊസിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസ്. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്സ് ഉണ്ട്, ഇൻട്രാഡേ ആണ്. 2000 റുപ്പീസ് നെറ്റ് പ്രോഫിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഹോൾഡ് ഉള്ളത്. ഇതാണ് ഡാറ്റ. ഇനി ആദ്യം ഞാൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഇപ്പം എനിക്ക് ഒരു റിലയൻസ് ഞാൻ എന്ത് ചെയ്യുന്നു, എടുത്തു. അപ്പോൾ റിലയൻസ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ വരും. കണ്ടോ, റിലയൻസ് ഞാനിത് ആഡ് ചെയ്തു. ഈ ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിലയൻസ് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ഈ പൊസിഷൻ ടാബ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് പോകും. കണ്ടില്ല, റിലയൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലയൻസിന്റെ ചാർട്ട് വരും. ഇനി നമുക്ക് ഇതിന്ന് എങ്ങനെ ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു റിലയൻസ് കുറച്ച് കയറാനാണ് ചാൻസ്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ബൈ എടുക്കാം. മുകളിൽ ബൈ ഉണ്ട്. ഓക്കെ, ഞാൻ ബൈ എടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ റേറ്റിൽ ബൈ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, MIS ആണ് ഇൻട്രാഡേ എടുക്കുന്ന. റിലയൻസ് ഇപ്പോഴത്തെ റേറ്റിൽ ബൈ എടുത്തു, എക്സിക്യൂട്ട് ആയി. ഇനി പൊസിഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഇതാ ബൈ ആയി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി എനിക്ക് ഇതിനൊരു ടാർഗറ്റ് പ്ലേസ് ചെയ്യണം. ടാർഗറ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിലയൻസ് എടുക്കുക. ഇവിടെ ഒരു എക്സിറ്റ്, അതായത് 1, 2 ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ലിമിറ്റ് എത്രയാണ് ടാർഗറ്റ്, 2879 ആണ്. സോ എനിക്കൊരു 2885 ഇടാം. 85 ഞാൻ പ്ലേസ് ചെയ്യും. അപ്പോൾ ഓർഡർ അവിടെ പെൻഡിങ് ഉണ്ടായിരിക്കും. ഓപ്പൺ ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല, റിലയൻസ് പെൻഡിങ്. ഇനി അതല്ല, എനിക്ക് ഈ പൊസിഷൻസ് കട്ട് ചെയ്യണം. അതായത് റിലയൻസിൻ്റെ പൊസിഷൻ മതി, ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, ആ ബട്ടൺ ക്ലിക്ക് ചെയ്തു, സ്ക്വയർ ഓഫ് ബട്ടൺ, അത് കട്ടായി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഓർഡർ ബുക്കിലിട്ട് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാനാണ്. റിലയൻസിൻ്റെ ഓർഡർ മാനുവലി ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു. നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ സ്ക്വയർ ഓഫ് ഓൾ എന്നുള്ള ബട്ടൺ ഉണ്ട്, നമ്മുടെ കംപ്ലീറ്റ് പൊസിഷൻസ് ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സാധാരണ ട്രേഡിംഗ് വ്യൂവിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ടൂൾസ്, കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കൂടാതെ കണ്ടില്ല, നമ്മുടെ ബിഡ് ആസ്ക് കണ്ടു, റിലയൻസ് എത്ര ബിഡ്, എത്ര ആസ്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്. ബയേഴ്സ് എത്ര ഉണ്ട്, സെല്ലേഴ്സ് എത്ര ഉണ്ട്, ഇന്നത്തേക്ക് ഓപ്പൺ ചെയ്തത്, ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ സൈഡിൽ കാണും. അത് കൂടാതെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, 52 വീക്ക് ഹൈ ലോ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി അപ്പോൾ നമ്മൾ ട്രേഡ് ബുക്ക് പറഞ്ഞു, ഓർഡർ ബുക്ക് പറഞ്ഞു, പൊസിഷൻസിൽ നമ്മൾ എപ്പോഴും, ഈവൻ നിങ്ങൾ ഇൻട്രാഡേയും പൊസിഷണൽ ട്രേഡ്, പ്രത്യേകിച്ച് ഓപ്ഷനൊക്കെ ചെയ്യുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും പൊസിഷൻസിൽ നെറ്റ് വൈസ് പൊസിഷൻസ് നോക്കണം. ഇതിലുള്ളതാണ് ആക്ച്വലി നമ്മുടെ കറക്റ്റ് P&L എന്ന് പറയുന്നത്. ഈവൻ ഹോൾഡ് ചെയ്യുന്ന പൊസിഷണൽ ട്രേഡ്സ്, പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്
നെറ്റ് വൈസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, പിന്നെ നമ്മുടെ ബാലൻസ് അറിയണമെങ്കിൽ മുകളിൽ ഫണ്ട് ഓപ്ഷൻ ഉണ്ടോ. ഓക്കെ, ഇപ്പോൾ എനിക്ക് 79,000 രൂപ ഫ്രീ ക്യാഷ് ഉണ്ട്, അത് ഉപയോഗിച്ച് എനിക്ക് ട്രേഡ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു 4 ചതുരത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ എനിക്ക് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ലൈക്ക് സ്പ്രെഡ് ഓർഡർ, ബാസ്ക്കറ്റ് ഓർഡേഴ്സ്, പിന്നെ ഓപ്ഷൻ ചെയിൻ ഞാൻ എടുക്കാം. ഓപ്ഷൻ ചെയിൻ ഇതിൽ ഞാൻ നിഫ്റ്റി അടിക്കുന്നു. ഇതിൽ കണ്ടില്ല നമുക്ക് ഓപ്ഷൻ ചെയിൻ കാണാം. ഇനി നിങ്ങൾ ഗ്രീക്ക് വൈസ് ആണ് കാണണമെങ്കിൽ ഒരു ടോഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ഗ്രീക്ക് വൈസ് കാണാം. എത്ര സ്ട്രൈക്ക് നമുക്ക് കാണുന്നുണ്ട് അതനുസരിച്ചിട്ട് നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. സ്പോട്ട് പ്രൈസ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 25,490 സംതിങ് ആണ്. ഇവിടെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ട്രൈക്ക് എനിക്ക് ബൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സാധാരണ ലിമിറ്റ് ആണോ മാർക്കറ്റ് ആണോ ഇത് നമുക്ക് നോക്കിയിട്ട് ബൈ ചെയ്യാം. അതല്ല ഇതെനിക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് വാച്ചിലേക്ക് ഇത് ആഡ് ചെയ്യണം. ഞാൻ ഇതിൽ നിന്നുള്ള മാർക്കറ്റ് വാച്ചിലേക്ക് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത സ്ട്രൈക്ക് ഇവിടെ വന്നു. ഞാനിവിടെ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് മാർക്കറ്റ് വാച്ചിലേക്ക് ആഡ് ചെയ്യുന്നതൊക്കെ. ഇനി ഞാൻ ഫണ്ടിൻ്റെ കേസ് പറഞ്ഞു. ഇനി ഓപ്ഷൻ ചെയിൻ, പിന്നെ ബാസ്ക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർഡർ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്, അത് പെട്ടെന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ TCS മാർക്കറ്റിൽ ബൈ ചെയ്യണം, ഇപ്പോഴത്തെ റേറ്റിൽ അത് മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യണം, അതൊരു ആഡ് ചെയ്ത് വെച്ചു. വിപ്രോ ആഡ് ചെയ്ത് വെച്ചു. ഇതേപോലെ നമുക്ക് ഓപ്ഷൻ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിതൊരു ബാസ്ക്കറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഒറ്റ രീതിക്ക് പ്ലേസ് ഓർഡർ കൊടുത്താൽ ഇതിന് 2 ഓർഡർ ഉണ്ട്, പ്ലേസ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സൗകര്യമാണ്. ഇനി പൊസിഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഓർഡേഴ്സൊക്കെ കാണാൻ പറ്റും. ഞാൻ എടുത്തതിൽ റിജക്റ്റ് ആയിപ്പോയി, കാരണം ഞാൻ പ്രൊഡക്റ്റ് ടൈപ്പ് NRML ആണ്. NRML എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്ഷൻസിൽ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് ടൈപ്പാണ്. നമ്മൾ CNC MIS ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് റിജക്റ്റ് ആയിപ്പോയതാണ്. ഓക്കെ, അത് റിജക്റ്റ് സ്റ്റാറ്റസ് നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. സ്റ്റാറ്റസ് കംപ്ലീറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതേ സമയത്ത് ഒരു ഓപ്ഷൻ നമുക്കിവിടെ മാർക്കറ്റ് വാച്ചിൽ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിഫ്റ്റി ഞാനൊരു 26,000 എന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നിഫ്റ്റി 3 ഒക്ടോബർ എക്സ്പയറി 26,000 നമുക്ക് ഇവിടെ വന്നു. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ഓൾറെഡി ഇവിടെയുണ്ട്, പുട്ട് ആഡ് ചെയ്യാം. യെസ്, 26,000 പുട്ട് ഇവിടെ വന്നു. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ട് വരും. ഓക്കെ, പുട്ട് പ്രൈസ് കയറുന്നുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്യാൻ പോവാണ്. ഇപ്പോഴത്തെ റേറ്റിൽ ബൈ ചെയ്തു. നമ്മൾ 505 രൂപയ്ക്ക് ബൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇവിടെ ഞാൻ ബൈ ചെയ്തു. ഇപ്പോൾ എനിക്ക് 18 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് അധികം വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യണം. ഞാൻ ഇവിടെ സ്ക്വയർ ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അത് കണ്ട് ഞാൻ എടുത്തത് 506 ആണ്. ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് നമുക്ക്. അപ്പം ഞാനിവിടെ ഒരു ട്രിഗർ പ്രൈസ് ഇവിടെ പോയി ഒരു 505 ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ആൻഡ് ഒരു 502 പ്രൈസ് വിട്ട് വെച്ചു. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓർഡർ ബുക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ട്രിഗർ പെൻഡിങ് കാണാൻ പറ്റും. അതേ സമയത്ത് ഇപ്പം നമ്മൾ 180 രൂപ പ്രോഫിറ്റിലാണ്. നമ്മൾ എടുത്തതിന് ശേഷം മാർക്കറ്റ് കയറി. അത് അവിടെ നിൽക്കട്ടെ. ഇനി അതല്ല, എനിക്കിത് ഇപ്പോൾ കട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇത് കട്ട് ചെയ്യുന്നു. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കണ്ടോ, നമ്മൾ റിജക്ഷൻ വരും. കാരണം നമ്മൾ ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അത് ഒന്ന് SL മാറ്റി മാർക്കറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അപ്പോഴത്തെ റേറ്റിൽ എക്സിക്യൂട്ട് ആവും. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ടൈപ്പ് ട്രേഡ്സ് ഒക്കെ ആൽഗോ ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ സ്ട്രാറ്റജീസ് ഒക്കെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആൽഗോ ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് സച്ചിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.